ഹലോ നമസ്കാരം, എൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ വീണ്ടും നമ്മുടെ രേണുസുതി രംഗത്ത് വന്നിട്ടുണ്ട്. അപ്പോൾ ഒരുപാട് കാര്യങ്ങൾ പറഞ്ഞിട്ടുണ്ട്. മിക്കവാറും ഇത് 2 പാർട്ടായിട്ട് ചെയ്യേണ്ടി വരും ഈ വീഡിയോ എന്നാണ് തോന്നുന്നത്. പക്ഷേ എന്താണെന്ന് അറിയില്ല. നിങ്ങളൊക്കെ രേണുസുതി സംസാരിച്ചത് കേട്ടായിരുന്നു. ഒട്ടും എനർജറ്റിക് അല്ലാതെ ഭയങ്കരമായിട്ട് അടങ്ങി ഒതുങ്ങി സംസാരിച്ചു. ഞാൻ രേണുവിനോട് പറഞ്ഞു, രേണു ധൈര്യമായിട്ട് ആക്റ്റീവായിട്ട് സംസാരിക്കുക, മുത്ത് ഒഴിയുവാണെങ്കിൽ കയ്യിൽ പിടിച്ചോളാം എന്ന് എനിക്ക് പറയാനുള്ളൂ. അപ്പോൾ എന്തായാലും രേണു പറഞ്ഞ ഒരുപാട് കാര്യങ്ങളെക്കുറിച്ച് നമുക്ക് സംസാരിക്കാനുണ്ട്. അതിനു മുന്നേ എൻ്റെ ചാനൽ നിങ്ങൾ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ട് തന്നെ കാണുക. കമൻറ്റ് ബോക്സിൽ കമൻസും അയക്കണം. ഒപ്പം എൻ്റെ ചാനലിൽ വരുന്ന വീഡിയോസൊക്കെ നിങ്ങൾക്ക് ഇഷ്ടപ്പെടുകയാണെങ്കിൽ നിങ്ങൾ ലൈക്ക് ചെയ്യണം, ഷെയർ ചെയ്യണം. അപ്പോൾ നമുക്ക് ആദ്യം രേണുവിൻ്റെ ഒരു ഫസ്റ്റ് വീഡിയോ തന്നെ നമുക്ക് കാണാം. ഈ മഞ്ജു വാര്യരെ പോലെ ഭയങ്കരമായിട്ട് എന്താ പറയാ പ്രതിസന്ധികളെ തരണം ചെയ്ത് ഒരു അയൺ ഗേളായിട്ട് രേണു മാറിക്കൊണ്ടിരിക്കുകയാണല്ലോ. ചേച്ചിനെ പോലെ എന്ന് പറയല്ലേ, ഇനി ആൾക്കാർ കമന്റ് ഇടും എന്തോ ഇവള് പറ ചേച്ചിനെ ഇപ്പൊ പറഞ്ഞത് അയൺ ഗേളായിട്ടെന്ന് പറഞ്ഞല്ലേ. കുറെ പേര് എൻ്റെ അടുത്ത് പറയുന്നുണ്ട് പ്രതിസന്ധികൾ വന്നാലും ഇങ്ങനെ തന്നെ കട്ടയ്ക്ക് പിടിച്ചിട്ട് വേറെ വല്ലവരാണെങ്കിൽ നിർത്തിയിട്ട് പോയേനെയെന്ന്. ശരിയാണ്. ഇതാണ് ഞാൻ ഈ ഒരു പാർട്ട് എടുത്ത് വെച്ച് ആര് റിയാക്ട് ചെയ്യുന്നത് ഞാൻ കണ്ടിട്ടില്ല കേട്ടോ. ഞാൻ ഈ രേണുവിന്റെ ഈ ഷോർട്സ് കണ്ടപ്പോൾ ഇത് കണ്ടപ്പോൾ ഫസ്റ്റ് ഞാൻ എടുത്ത് അതിനെ ഇത് ചെയ്ത് വെച്ചു, സേവ് ചെയ്ത് വെച്ചു. കാരണം എന്താന്ന് വെച്ചാൽ ആരെ വെച്ചാണ് കമ്പയർ ചെയ്യുന്നത്? മഞ്ജു വാര്യർ, നമ്മുടെ ലേഡി സൂപ്പർ സ്റ്റാർ മഞ്ജു വാര്യറിനെ വെച്ച്. മഞ്ജു വാര്യർ എന്ത് തരണം ചെയ്താണ് അയൺ ഗേളായിട്ട് നിന്നത്? മഞ്ജു വാര്യറിന്റെ ലൈഫിലെ വല്ല പ്രശ്നങ്ങളും പറഞ്ഞു. ലൈഫില് പുള്ളിക്കാരി ഡിവോഴ്സാണ്, സിനിമയിലേക്ക് വന്നു. ഇവിടെ കിടന്ന് 10 ഓൺലൈൻ മീഡിയക്കാരുടെ മുമ്പിൽ ലൈഫിൽ നടന്ന സംഭവങ്ങൾ പറഞ്ഞു, പ്രതിസന്ധികളെ കുറിച്ച് പറഞ്ഞു. അവരുടെ പ്രതിസന്ധികളെ വളരെ പ്രൈവസിയാക്കി വെച്ച് എന്നിട്ട് എന്ത് ചെയ്തു? അവരുടെ പ്രവൃത്തികളിൽ കൂടിയാണ് അവർ വിജയിച്ച് കാണിച്ചത്. അല്ലാതെ നാഴികയ്ക്ക് 40 വട്ടം ഞാൻ ഡിവോഴ്സ് ചെയ്യണേ, എൻ്റെ മോൾ എൻ്റെ കൂടെയില്ല, നിങ്ങൾ സഹായിക്കണമെന്നും പറഞ്ഞ് മഞ്ജു ചേച്ചി പറയുന്നത് എവിടെയെങ്കിലും നിങ്ങൾ കേട്ടിട്ടുണ്ടോ? പണ്ട് മനോരമ ചാനലില് ഒരു ഡിബേറ്റ് എന്തോ വന്നപ്പോൾ അതിൽ ഇവരുടെ ലൈഫിലെ പ്രശ്നങ്ങൾ ചോദിച്ചപ്പോൾ പോലും മഞ്ജു ചേച്ചി പറഞ്ഞത് അത് 2 പേർക്ക് വിഷമം ഉണ്ടാക്കുന്ന കാര്യങ്ങളാണ്, അതിനെക്കുറിച്ച് സംസാരിക്കേണ്ടെന്നാണ്. ഇനി നമ്മുടെ രേണുസുതി പറയുന്നത് പോലെ തന്നെ, രേണുസുതി എന്ന് വിളിക്കരുതെന്ന് എൻ്റെ കമന്റ് ബോക്സിൽ പറഞ്ഞിട്ടുണ്ട്. നമ്മുടെ രേഷ്മ പി തങ്കച്ചൻ പറയുന്നത് പോലെ തീർച്ചയായിട്ടും ആൾക്കാർ വന്ന് കമന്റ് ബോക്സിൽ പറയും. ഇങ്ങനെ താരതമ്യം ചെയ്ത നിങ്ങൾ തീർച്ചയായിട്ടും കമന്റ് ബോക്സിൽ വന്ന് അഭിപ്രായം പറയണം കേട്ടോ. ഈ മഞ്ജു ചേച്ചിയുടെ കൂടെ താരതമ്യം ചെയ്തതിന് ഏത് പൊട്ടനാണെന്ന് ചോദിച്ചതെന്ന് എനിക്ക് അറിയില്ല. ഇനി എന്തോ അയൺ ഗേള്, അതെ അയൺ ഗേൾ ആണ്, പക്ഷെ കുറച്ച് തുരുമ്പ് പിടിച്ചു പോയി എന്ന് മാത്രമേ എനിക്ക് പറയാനുള്ളൂ. ആദ്യം സബ്സ്ക്രിപ്ഷന്റെ വീഡിയോ വന്നപ്പം കുറച്ച് ആ ഒരു ഇത് കിട്ടാൻ വേണ്ടി അഹാനിയെ വെച്ച് പറഞ്ഞു. അഹാനിയെ വെച്ച് പറയുന്നത് കുറച്ച് പ്രശ്നങ്ങളാവും, അതും ഇതും തമ്മിൽ അഹോ വ്യത്യാസം ഉണ്ടെന്ന് കണ്ടപ്പോ അതങ്ങ് മാറി. ദേ ഇപ്പൊ വീണ്ടും മഞ്ജു വാര്യർ ഇതിനങ്ങ് എന്താണ് പൊലിപ്പിച്ച് കൊണ്ടുവരികയാണ്. പക്ഷെ അയൺ ഗേൾ കുറച്ച് തുരുമ്പ് പിടിച്ചു പോയെന്ന് മാത്രമേ എനിക്ക് പറയാനുള്ളൂ. അത് ബോഡി ഷെയ്മിങ് ആണെന്നൊന്നും പറഞ്ഞുകൊണ്ട് ഒറ്റ ഒരെണ്ണം വരരുത്. ഇനി എനിക്ക് ഡിസ്ക്ലെയിമർ ആയിട്ട് പറയാനുള്ളത്, രേണുവിന്റെ കഥകൾ കേൾക്കുമ്പോൾ കരച്ചിൽ വരണ ഒരൊറ്റ ഒരെണ്ണം എൻ്റെ കമന്റ് ബോക്സിൽ ഒന്ന് കമന്റ് വിടരുത്. നിങ്ങൾ ഈ വഴിയല്ല, നിങ്ങൾ വേറെ വഴിയെ പോവുക. ഞാൻ രേണുസുതിയുടെ അല്ലാത്ത വീഡിയോസും ചെയ്യാറുണ്ട്, അത് വന്നിരുന്ന് കണ്ട് സമാധാനിക്കുക. ഇനി രേണുസുതിയുടെ വിശേഷങ്ങൾ അറിയണം, അവരുടെ കാര്യങ്ങളെ കുറിച്ച് അഭിപ്രായം പറയണം എന്നുള്ള ആൾക്കാർ മാത്രം എൻ്റെ വീഡിയോ കണ്ടാൽ മതി കേട്ടോ. ഇനി നമുക്ക് വേറൊരു വീഡിയോ കാണാം. നിങ്ങൾക്ക് എന്നെ കാണണം, നിങ്ങൾക്ക് മീറ്റ് ചെയ്യണം. നിങ്ങൾ ഈ ഉദ്ദേശിക്കുന്ന മീറ്റ് അല്ല ഞാൻ ഉദ്ദേശിക്കുന്നത്. ഒരു കോഫി കുടിക്കണം, ഷേക്ക് കുടിക്കണം, ഒന്ന് ഡ്രൈവിന് പോകണം, അല്ലെങ്കിൽ ഒന്ന് പുറത്ത് നമ്മൾ കറങ്ങാൻ പോകണം. ജസ്റ്റ് മീറ്റപ്പ്, പ്ലീസ് കോൺടാക്ട് മൈ മാനേജർ. ഞാൻ പറയാറുണ്ട് ലൈവിൽ. ഇപ്പം എന്നെ ഇപ്പം തന്നെ നിങ്ങൾ കണ്ടില്ലേ എൻ്റെ ഒരു ചാറ്റ് പുറത്ത് വിട്ടുന്നത് എന്താണെന്ന് എനിക്ക് ഓർമ്മ പോലും ഇല്ല. എന്താ സംഭവം ഇതിനകത്ത് എന്താണ് പ്ലീസ് കോൺടാക്ട് മൈ മാനേജർ എന്ന് ഇവർ സെലിബ്രേറ്റ് ചെയ്യുന്ന നിലയ്ക്ക് എനിക്കതാ പറയാൻ പറ്റില്ല. ഇപ്പം എന്നെ നേരിട്ട് ഞാൻ അതിന് മുന്നേ ലൈവിൽ പറഞ്ഞിട്ടുണ്ട്, നിങ്ങൾക്ക് എന്നെ നേരിട്ട് കാണുമോ, ചായ കുടിക്കണോ, നമുക്ക് എന്താ പറയുക ചേച്ചി ഞങ്ങളുടെ ഒരു ഡ്രൈവിന് വരും, ഞാൻ സെലിബ്രേറ്റ് ചെയ്യണം, പ്ലീസ് കോൺടാക്ട് മൈ മാനേജർ. അതിനകത്ത് എന്താണ് വൃത്തികേട് അല്ലെങ്കിൽ എന്താണ് അതിനകത്ത് ലൈംഗിക ചൊവ്വയെന്നൊന്നും എനിക്കറിയത്തില്ല. സോ അതാണ് ഒരു മനുഷ്യനെ അടിച്ചു താഴ്ത്താവുന്ന സമയം വരുമ്പോൾ എല്ലാവരും ഒരുമിച്ചാണ് അടിച്ചു താഴ്ത്തുന്നതാണ്. എന്തായാലും സപ്പോർട്ടാണ്. എനിക്ക് ഇവരിൽ ഏറ്റവും കൂടുതൽ മണ്ടത്തരവും ഇവർ കിടന്ന് പേരണ്ട് എണീറ്റ് വരും പോലെ തോന്നിയത് കാരണം നമ്മളൊക്കെ ചേച്ചി ഈ മീറ്റ് ചെയ്യുന്നത് ചേച്ചി ഉദ്ദേശിച്ചത് പോലത്തെ മീറ്റ് അല്ല. ചേച്ചി പറഞ്ഞില്ലേ നിങ്ങൾ ഉദ്ദേശിക്കും പോലത്തെ മീറ്റ് അല്ല. നമ്മൾ സാധാരണ നമ്മുടെ ഫ്രണ്ട്സിൻ്റെ കൂടെ മീറ്റ് ചെയ്യാറുണ്ട്, കോഫി കുടിക്കാറുണ്ട്, ഷേക്ക് കുടിക്കാറുണ്ട്, ദാഹിച്ച ഈ പറയുന്നത് പോലെ ചെയ്യാറുണ്ട്. പക്ഷേ ചേച്ചി പറയുന്നത് ചേച്ചി ഒരു സെലിബ്രിറ്റി ആയതുകൊണ്ട് ആണ്. ഞാൻ സെലിബ്രിറ്റി എന്നുള്ള ഒരു വാക്കിലേക്ക് വരാം. അതിനെന്തിനാ ചേച്ചി മാനേജറിന്റെ ആവശ്യം?
ഏത് സെലിബ്രിറ്റിയാ ചേച്ചി ഇതിനൊക്കെ കൂട്ടിക്കൊണ്ട് പോണത്? ചേച്ചിയൊക്കെ കാണാൻ പൈസ തരണം, ചേച്ചിയുടെ കൂടെ ഇരുന്ന് ചായ കുടിക്കാൻ നമ്മൾ കടയിൽ പൈസ കൊടുക്കണം. എന്തൊരു നഷ്ടം. പിന്നെ ഏത് സെലിബ്രിറ്റിയാ ഇങ്ങനെ പറയുന്നത്? നിങ്ങൾക്ക് എൻ്റെ കൂടെ വരണോ, ചായ കുടിക്കണോ, നിങ്ങൾക്കൊരു ഡ്രൈവിന് പോണോ, ഷേക്ക് കുടിക്കണോ? എൻ്റെ അറിവിൽ ഒരു സെലിബ്രിറ്റിയും വന്ന് അങ്ങനെ പറയുന്ന കണ്ടിട്ടില്ല. ഞാനത് കേട്ടിട്ടില്ല. നിങ്ങളുടെ അറിവിലുണ്ടോ? നിങ്ങൾക്ക് ഏതെങ്കിലും സെലിബ്രിറ്റി അറിയാമോ ഇതുപോലെ? പിന്നെ ഏത് കഴിപ്പണം കെട്ടവനാണ് ആ UK കിടന്ന് ഇതുപോലെ ഈ പെണ്ണുപിള്ളയെ വിളിച്ച് പറയണതെന്ന് എനിക്ക് അറിഞ്ഞൂടാ. പിന്നെ ചേച്ചി പറയുന്ന ഒരു കാര്യം എന്ന് പറഞ്ഞാൽ ഇതിലൊക്കെ വന്നത് AI ആണോന്ന് പോലും അറിഞ്ഞൂടാ. അപ്പൊ ഇത് വന്നിരിക്കുന്നത് സാധാരണ ചാനലിൽ കൂടെ അല്ല, നിങ്ങളുടെ സബ്സ്ക്രിപ്ഷനിലാണ് വന്നിരിക്കുന്നത്. അപ്പൊ ചേച്ചി പറയുന്നത് സബ്സ്ക്രിപ്ഷനിലുള്ള കാര്യങ്ങളൊക്കെ AI ആണെന്നാണോ? അപ്പൊ ഇതിലെ കാലിലെ പടം വെച്ച് ആരാധിച്ചിട്ട് ആ കാലിന്റെ പടത്തിൽ കുറെ ഈ ഉമ്മകൾ എന്നുള്ള ഇമോജീസ് ഇട്ടിട്ടാണ് ചോദിക്കുന്നത്. അപ്പൊ ഈ കാലിന്റെ പടം AI ആണോ ചേച്ചി? ചേച്ചിയുടെ കാലിൽ ഒരുപാട് ആരാധകരുണ്ടെന്നും പറഞ്ഞ് ചേച്ചി അങ്ങ് തള്ളി മറിക്കുന്നല്ലോ. അപ്പൊ AI കാലാണോ ചേച്ചി ഇട്ട് ആൾക്കാരെ പറ്റിക്കുന്നത്? എനിക്ക് സബ്സ്ക്രിപ്ഷൻ എടുക്കുന്ന ആൾക്കാരോട് ഇത്രേ പറയാനുള്ളൂ, നിങ്ങൾ പറ്റിക്കപ്പെട്ടു. ഞാൻ അന്നേ പറഞ്ഞു എവളെ കാല് നിങ്ങൾ നേരിട്ട് കാണുമ്പോൾ നിങ്ങൾ അതോടുകൂടി അൺസബ്സ്ക്രൈബ് ചെയ്ത് പോകുന്നു. ഇപ്പൊ എങ്ങനെ ഇരിക്കണ്? ചേച്ചി തന്നെ പറഞ്ഞു ചിലപ്പോൾ അത് AI ആയിരിക്കാം, ചേച്ചിക്ക് അറിയത്തില്ല എന്ന്. അപ്പൊ കാല് AI ആയിരിക്കാം, ഏതെങ്കിലും നല്ല AIയുടെ കാല് നല്ലത് നോക്കി സെലക്ട് ചെയ്തായിരിക്കാം കൊണ്ടിട്ടത്. ഇങ്ങനെ കിടന്ന് ഉരുളാൻ. പിന്നെ നമ്മളാരും മാനേജറിനെ വിളിച്ച് എൻ്റെ കൂടെ ചായ കുടിക്കാൻ കോണ്ടാക്ട് ചെയ്യാൻ ഒരു സെലിബ്രിറ്റിയും പറയൂല. എനിക്ക് തോന്നുന്നില്ല. നിങ്ങളുടെ അറിവിൽ ഏതെങ്കിലും സെലിബ്രിറ്റി പറയോ ഇങ്ങനെ? ഇനി ഞാൻ സെലിബ്രിറ്റിയിലേക്ക് വരാം. എന്താണ് സെലിബ്രിറ്റി എന്ന് അറിയാമോ ചേച്ചിക്ക്? നമ്മൾ സെലിബ്രേറ്റ് ചെയ്യുന്ന ആൾക്കാർ, നമ്മൾ ആഘോഷിക്കുന്ന ആൾക്കാർ, അതായത് നമ്മൾ ഓണം വർഷത്തിൽ ഒരിക്കലും സെലിബ്രേറ്റ് ചെയ്യും, അത് സെലിബ്രേഷനാണ് എന്ന് കരുതി ഡെയിലി 28 ഓണം എന്നും പറഞ്ഞ് 28 ദിവസം ഓണം ഉണ്ടെങ്കിൽ നമ്മൾ അത് സെലിബ്രേറ്റ് ചെയ്യോ ചേച്ചിയെ? ഇല്ല. കാരണം അതിന് ഒരുപാട് എന്തുണ്ട്, പ്രിവിലേജും ഉണ്ട്, പ്രൈവസിയും ഉണ്ട്. ഒരു മനുഷ്യൻ എന്നുള്ള ഒരു കാര്യത്തിൽ സെലിബ്രിറ്റി ആയിട്ട് വരുമ്പോൾ അവർക്ക് സാധാരണ വ്യക്തികളെ കാട്ടി ഒരുപാട് പ്രൈവസി ഉണ്ട്. നമുക്ക് അവരുടെ കാര്യങ്ങൾ അറിയാൻ ഒരു ആകാംക്ഷ തോന്നും. അതാണ് നമ്മൾ അവരെ തേടി പോകുന്നത്, അവരെ ഫോളോ ചെയ്യുന്നത്. അല്ലാതെ നാഴേക്ക് 40 വട്ടം 100 മീഡിയക്കാരെയും കൊണ്ട് നിർത്തി പറയൂ മാഡം, പറയൂ എന്ന് പറയണ വ്യക്തി അല്ല സെലിബ്രിറ്റി. അത് ചേച്ചിയെ പോലെ വെറും ചളിബ്രിറ്റി. ഇത് കഴിഞ്ഞ ദിവസം ഞാനൊരു റിയാക്ഷൻ വീഡിയോ കണ്ടപ്പോൾ അതിലാരോ പറഞ്ഞു നമ്മുടെ ഹിന്ദി സിനിമയിലാണ് ഇതുപോലെ ഓരോ നടന്മാരും പൈസ കൊടുത്ത് ഇതുപോലെ ഓൺലൈൻ മീഡിയക്കാരെ വെച്ചത്. അവരുടെ കാര്യങ്ങൾ അവർ പോലും അറിയാതെ പുറത്തു വിടുന്നു എന്ന് കാണിക്കാൻ വേണ്ടിയിട്ട്. അത് ഇവിടെ കൊണ്ടുവന്ന ചെലവാവത്തില്ല. എനിക്ക് തോന്നുന്നു അത് ആകെ ഫോളോ ചെയ്യുന്നത് ഈ ചേച്ചിയുള്ളൂ. മൂഞ്ചി തിരിഞ്ഞ് കമ്പി തിരിയായി പോയെന്നും പറയാം. അതുകൊണ്ട് ചേച്ചി ഇങ്ങനെ വീണെടുത്ത് കിടന്ന് ഉരുളല്ലേ. ഇനി നിങ്ങളെ കൂടെ ഷേക്ക് കുടിക്കാൻ വരണം, അത് കഴിക്കാൻ വരണം. ഇത് നിങ്ങളെന്താ സാധാരണ വീഡിയോയിൽ അത് പറയാത്തത്? നിങ്ങളെന്താ അതിൽ പോയി പറഞ്ഞത്? പിന്നെ ഇതിൽ പറയുന്നു അതിൽ എന്താണ് ലൈംഗികത, എന്താണ് വൃത്തികേട്? ഞാൻ ചോദിക്കുന്നു, നിങ്ങൾ എന്തുകൊണ്ട് നിങ്ങളുടെ സാധാരണ വീഡിയോയിൽ അത് പറഞ്ഞില്ല? നിങ്ങൾ എന്താ നിങ്ങളുടെ വളരെയധികം നിങ്ങൾ എക്സ്പോസ് ചെയ്ത് കാണിക്കുന്ന, ക്ലീവേജ് കാണിക്കുന്ന, അല്പവസ്ത്രം മാത്രം ഇടുന്ന സ്ഥലത്ത് ആ ഒരു കാര്യം പറഞ്ഞു? സബ്സ്ക്രിപ്ഷനിൽ നിങ്ങൾ കാണിക്കുന്നത് വളരെ എന്താണ്, കുറച്ച് കുലിസിതമായ കാര്യങ്ങളല്ലേ? അത് ലൈംഗികതയാണ്. അതിന്റെ ഫോട്ടോസ് വരുന്നുണ്ട്. അപ്പൊ അത് ലൈംഗികതയാണ്. അപ്പൊ അവിടെ എങ്ങനെയാ ചേച്ചി ലൈംഗികത അല്ലാതിരിക്കുന്നത്? ചേച്ചിയെ കൊണ്ടേ പറ്റൂ. അന്നില്ല ഇതിൽ പറഞ്ഞതുപോലെ ഞാൻ കാണിച്ചുതരാം. ഞാൻ ഇപ്പോഴേ ചെയ്യുന്ന വീഡിയോസ് എല്ലാം എവളെടുത്തിട്ട് ഉൾട്ടടിക്കുന്ന വീഡിയോസ് ആണ് ഞാൻ കാണിക്കാൻ പോകുന്നത്. അതുകൊണ്ടാണ് ഞാൻ 2 പാർട്ടായിട്ട് ചെയ്യണമെന്ന് നിപ്പിന് മാറിക്കളയണണ്ട. എന്തായാലും ഒരു കാര്യം എനിക്ക് പറയണം, ആ ഷെഫീനെ കൊണ്ടുവന്ന് ഇങ്ങനെ ഓരോരോ തെളിവുകൾ ഇങ്ങനെ ഇട്ട് എവളങ്ങ് അണഞ്ഞു. പക്ഷെ അണഞ്ഞു എന്നും പറഞ്ഞ് ആരും ഇരിക്കണ്ട. ഇത് കിട്ടാൻ വേണ്ടിയിട്ടാണ്. കണ്ടോ, രേണുസുതിയെ അടിച്ചമർത്തിയപ്പോൾ സമാധാനമായില്ലേ? രേണു എന്ന പെണ്ണിന്റെ വാ അടപ്പിച്ചപ്പോ ഇപ്പൊ ഇതിൽ തന്നെ പറഞ്ഞില്ലേ അടിക്കാനും എല്ലാരും ഒരുപോലെ നമ്മൾ അടിച്ചു താഴ്ത്തുവെന്ന്. അങ്ങനെ ഒരു സിമ്പതിക്ക് വേണ്ടിയിട്ടാണ് ഇവൾ ഈ കാണിക്കുന്നത്. 2 ദിവസം കഴിയുമ്പോൾ തനി സ്വഭാവമായിട്ട് വരും. എപ്പോഴും അതാ നമുക്ക് അനുഭവം. ആദ്യം പറയും എനിക്കിതൊന്നും കുഴപ്പമില്ലെന്ന്, 2 ദിവസം കഴിയുമ്പോൾ ഇതൊക്കെ കുഴപ്പമായിട്ട് വരും. നമുക്കിനി അടുത്ത വീഡിയോ കാണാം. രേണു, നമ്മുടെ കിച്ചു വീട്ടിൽ വന്നിട്ടുണ്ടായിരുന്നു. പിന്നെ ഋതപ്പനെ വിളിച്ചുകൊണ്ട് പുറത്തേക്ക് ഇറങ്ങാനൊക്കെ പോയി. രേണു ആ സമയത്ത് വീട്ടിലുണ്ടായിരുന്നില്ല എന്ന് പറഞ്ഞു. എന്താണ് ശരിക്കും അന്ന് നടന്നത്? എന്നെ വിളിച്ചു, ഉച്ചയ്ക്ക് വിളിച്ചു. അമ്മ ഞാനിപ്പോൾ ഈ നമ്പർ കണ്ടപ്പോൾ എനിക്ക് മനസ്സിലാകണം, നമ്പർ സേവ് ഇടല്ല, വാട്സപ്പിൽ മാത്രം സേവ്. ഹലോ, എന്താ വിളിച്ചു?
അമ്മ ഞാൻ കുഞ്ഞിനെ കൊണ്ട് പുറത്ത് പോയിക്കോട്ടായിരുന്നു. അപ്പം ഞാൻ പോയിക്കൊണ്ട് എൻ്റെ അനിയനെ കൊണ്ടുപോകും, സേഫായിട്ട് കൊണ്ടുപോകുന്നതാണ്. അമ്മ എപ്പോഴാണ് വരിക എന്ന് പറഞ്ഞു. ഞാനിവിടെ ഒരു പ്രൊമോഷൻ ഭാഗത്ത് കൊടുക്കുക, ഞാൻ വരാം ഉച്ച കഴിഞ്ഞ് വരാം. ഓക്കെ അമ്മ. പപ്പായോട് ചോദിച്ചപ്പോൾ അമ്മയോട് ചോദിക്കാൻ പറ്റില്ല, അപ്പനോട്. അപ്പം പറഞ്ഞു ഞാൻ പപ്പായെ വിളിച്ചോളാം. അപ്പം അവനെ വിട്ടു. ശരി, അങ്ങനെ അവൻ ഒരുങ്ങി നിൽക്കുമായിരുന്നു എന്നെ കൊണ്ടുവരാൻ വേണ്ടി വരാം. അതാണ് പപ്പ ആദ്യം മടിച്ചത്, അല്ലാതെ വേറൊന്നും കൊണ്ടല്ല. രേണുവിനോട് പെർമിഷൻ ചോദിച്ചപ്പോൾ രേണു അപ്പൊ തന്നെ അക്സെപ്റ്റ് ചെയ്തു. ഞാൻ ഫോൺ എടുക്കുന്ന ആലും എന്നെ വിളിച്ചു, അമ്മ തന്നെ എന്നെ വിളിച്ചു, അങ്ങനെ കൊണ്ടുപോകാം. ശരി ശരി ശരി. ആദ്യം തന്നെ ഞാൻ ഇതിലൊരു കാര്യം പറയട്ടെ. ഞാൻ ഈ വീഡിയോ കണ്ടപ്പോൾ പലരും അന്ന് കിച്ചു കൊണ്ടുപോയ വീഡിയോ കണ്ട് രേണുവിനെ ഇങ്ങനെ വിളിച്ചു എന്ന് പറഞ്ഞപ്പോൾ പല റിയാക്ഷൻ വീഡിയോക്കാരും 1-2 പേര് പറയുന്നത് കേട്ടു. അപ്പോൾ ആ റാസൽ ഖൈമയിലായിരുന്നു, അവിടെ നിന്നപ്പോഴും കോണ്ടാക്ട് ഉണ്ടായിരുന്നു, എന്നിട്ട് ഇവർ തമ്മിൽ പറ്റിക്കായിരുന്നു എന്ന്. പക്ഷേ ഞാൻ ഷെഫീന ചേച്ചിയുടെ ചാനൽ കണ്ടപ്പോൾ അതിൽ ആ ചേച്ചി പറയുന്നുണ്ടായിരുന്നു, ആ ചേച്ചിയുടെ ചാനലിൽ ഒരു ദിവസം മുന്നേ ആരോ വന്ന് കമന്റ് ഇട്ടിരുന്നു ലുലുവിൽ വെച്ച് കണ്ടു എന്ന്. ഇതിപ്പോൾ നടന്ന സംഭവമാണ്, ഒരാഴ്ചക്കകം നടന്ന സംഭവമാണ് കേട്ടോ. അതാണ് ഇപ്പൊ രേണു പറഞ്ഞത്. പിന്നെ ഇതില് ഇന്നലെ ഞാൻ വേറൊരു റിയാക്ഷൻ വീഡിയോ കണ്ടപ്പോഴും പറഞ്ഞു രേണുവിനെ വിളിക്കാറില്ല, കള്ളവാ പറഞ്ഞതെന്ന്. പക്ഷെ അതിൽ തന്നെ കിച്ചു പറഞ്ഞായിരുന്നു, പപ്പയോട് ചോദിച്ചപ്പോ കൊണ്ടുപോണ്ട, ഇങ്ങനെയൊക്കെ കണ്ടാ പോരെ, കൊണ്ടുപോകണമെങ്കിൽ നീ നിന്റെ അമ്മയെ വിളിച്ച് ചോദിക്കാൻ പറഞ്ഞു, അങ്ങനെ അമ്മയെ വിളിച്ചു എന്ന് കിച്ചു വ്യക്തമാക്കുന്നുണ്ട്. എനിക്ക് ഇനി ഇതിൽ വരുന്ന പുളു ഞാൻ പറഞ്ഞുതരാം. എന്തോ ചേച്ചി, നമ്മുടെ തങ്കച്ച പപ്പ എന്താ പറഞ്ഞത്, ഒരുങ്ങി നിൽക്കുന്നത് കൊണ്ടോ? പക്ഷെ അങ്ങനെ അല്ലല്ലോ നമ്മൾ അറിഞ്ഞത്. കിച്ചു വ്യക്തമായിട്ട് പറഞ്ഞിട്ടുണ്ടല്ലോ, തങ്കച്ച പപ്പ പറഞ്ഞു ഇങ്ങനെയൊക്കെ കണ്ടാ പോരെ, തിരിച്ചു പൊയ്ക്കോന്ന്. പക്ഷെ ചേച്ചി പറയുന്നത് എന്താ, അങ്ങനെ ഒരുങ്ങി നിന്നതുകൊണ്ട്. എന്നാ തങ്കച്ചൻ പപ്പ കിച്ചുവിൻ്റെ അടുത്ത് പറയാത്തെന്താ, മോനെ അവളെ വിളിക്കാനായിട്ട് ഞങ്ങൾ എറണാകുളത്ത് പോണ്, അവളെ ഒന്ന് വിളിച്ച് ചോദിക്ക്, ഇനി അങ്ങോട്ട് വരാൻ ലേറ്റ് ആവും അല്ലെങ്കിൽ നമ്മൾ താമസിക്കുമെന്ന് പറയാമെന്ന്. അങ്ങനെ അല്ലല്ലോ പറഞ്ഞത്. ഇനി സ്വന്തം മകനെ എയർപോർട്ടിൽ വെച്ച് വിളിക്കുന്നു, അവിടെ വെച്ച് വിളിക്കുന്നു. 13 വയസ്സിൽ എൻ്റെ കയ്യിൽ കിട്ടിയതാണ്, എൻ്റെ കയ്യിൽ നിറകുടമായി കിട്ടിയതാണ്, എനിക്ക് സമ്മാനമായി കിട്ടിയതാണ്, ആദ്യമായി എന്നെ അമ്മ എന്ന് വിളിച്ചതാണെന്നൊക്കെ പറഞ്ഞിട്ട് ഒരു മകന്റെ നമ്പർ സേവ് ചെയ്തു പോലും ഇടാത്ത ഇവള് എത്ര സ്നേഹമാണ്. ഞാൻ പറഞ്ഞില്ലേ, ഇവളെ വായിന്ന് തന്നെ ഇവൾ എന്ത് ചെയ്യുമെന്നറിയാമോ, എക്സ്പോസ് ആയിക്കൊണ്ടിരിക്കും. ഇനി എത്ര നമ്മൾ പറഞ്ഞാലും, ഞാൻ എൻ്റെ മിക്ക വീഡിയോയിലും ഈ പെണ്ണുപിള്ളയെ പറ്റി പറയും കണക്ക് സുരാജേട്ടൻ പറയും പോലെ ഉള്ളിൽ കിടക്കണത് പുറത്തു വരും. കാരണം എന്താണ്, സേവ് ചെയ്തിട്ടില്ല, വാട്സാപ്പിൽ മാത്രമേ ഉള്ളൂ. സ്വന്തം മകന്റെ ഫോൺ നമ്പർ സേവ് ചെയ്തിടൂല. ഇനി പറയും മകന്റെ നമ്പർ നമ്മുടെ മനസ്സിലല്ലേ. മറ്റേ സുധിച്ചേട്ടന്റെ കാര്യം പറഞ്ഞതുപോലെ ആ വർഷം മറന്നുപോയോ, ദുരന്ത ദിവസങ്ങൾ ഓർത്തു വയ്ക്കോ എന്ന് പറഞ്ഞതുപോലെ ഇത് വന്ന് പറയും. സ്വന്തം മകനല്ലേ, മകന്റെ നമ്പർ എഴുതിയിട്ടിട്ട് വേണോ അറിയാൻ? മനസ്സിന്റെ ഉള്ളിൽ, നമ്മുടെ മനസാക്ഷിയിൽ അതിന്റെ നമ്പറുകൾ ഓർക്കൂലെന്നും പറഞ്ഞ് വന്ന് നമ്മളെ മണ്ടരാക്കും. അതവിടെ നിൽക്കട്ടെ, അമ്മ കൊണ്ടുപോയിക്കോട്ടെ, നിന്റെ അനിയനല്ലേ, നീ സേഫായിട്ട് കൊണ്ടുപോകണം. ഞാൻ 2-3 വീഡിയോയും കൂടെ കഴിഞ്ഞിട്ട് ചേച്ചി മറന്നുപോയ ഒരു കാര്യം ഞാൻ കേൾപ്പിച്ചു തരാം കേട്ടാ. ചോദിച്ചിട്ടില്ല, എൻ്റെ മകൻ തന്നെയാണ്. ഞാൻ എപ്പോഴും പറയുന്നത് അങ്ങനെ തന്നെയാണ്. എന്നെ അമ്മന്ന് വിളിച്ചത് ഞാൻ എന്നും അവൻ്റെ അമ്മ തന്നെയായിരുന്നു. എന്നെ അമ്മന്ന് വിളിക്കുന്നത് ഞാൻ എന്നും അവൻ്റെ അമ്മ. അവക്ക് എന്നെ ചിരി വരണം. അവസാനം ചിരിച്ചത് കണ്ട, അവക്ക് എന്നെ ചിരി വരണ്. കാരണം എന്താണ്, ഇതൊക്കെ ചോദിക്കുന്നതാണ്. പിന്നെ ഒരുപാട് കാര്യങ്ങൾ അങ്ങോട്ട് ചോദിച്ചിട്ടില്ല. കാരണം എന്താന്ന് പറഞ്ഞാൽ പെടും. നമ്മളാടെ പറഞ്ഞത് ഇവൾ അമ്മയല്ലെന്ന്, നമ്മളാ പറഞ്ഞത്. ഇപ്പൊ രേണുവും കിച്ചുവും തമ്മിൽ അഗാധമായ ബന്ധമുണ്ട് എന്നിട്ട് നമ്മളായിരുന്നു പറഞ്ഞതോ. ഇവർ തമ്മിൽ ബന്ധമൊന്നുമില്ല. ഇവർ തമ്മിൽ പണ്ടത്തെ പോലെയല്ല ചുമ്മാ കാണിക്കുന്നത്. അമ്മ എന്നല്ല വിളിക്കുന്നത്, രേണുവിനെ ചേച്ചിയാന്ന് വിളിക്കുന്നത്, രേണുവിനെ പേരാണ് വിളിക്കണമെന്നും പറഞ്ഞ് നമ്മളാ പറഞ്ഞത്. എടുത്ത് ഉൾട്ടയടിക്കുന്ന കണ്ടോ, അവൻ എന്നും അവൻ തന്നെ ആയിരിക്കും. നാണം കെട്ട്, സത്യം പറഞ്ഞ ഇവള് നാണം കെട്ട്. ഇനി വേറൊരു വീഡിയോയും കൂടി ഞാൻ കാണിച്ചു തരാം. കിച്ചു ഋതപ്പനെ കൊണ്ടുപോയി, വൺ ഡേ ടൂർ എന്ന് പറഞ്ഞിട്ട് കൊണ്ടുപോയി. ഇൻസ്റ്റയിലൊക്കെ ഷെയർ ചെയ്തിരിക്കുന്ന വൺ ഡേ ടൂർ വിത്ത് ഋതപ്പൻ എന്നൊക്കെ കൊടുത്തിട്ടായിട്ടിരിക്കുന്നത്, അങ്ങനെ എന്തോ. ഓക്കെ, എനിവേ, പിന്നെ അതിൽ ഋതപ്പൻ ഹാപ്പിയാണോ? ഭയങ്കര ഇഷ്ടം. അവൻ ഋതപ്പനെ സംബന്ധിച്ചാണ് എൻ്റെ കുഞ്ഞ് ഭയങ്കര ഇഷ്ടമാണ്. കിച്ചു ജീവനാണ്. ജീവൻ എന്ന് പറഞ്ഞാൽ അതിൻ്റെ അപ്പുറമാണ് കിച്ചു. എനിക്കറിയാം. കാരണം അവൻ്റെ ഒരേ ഒരു രക്തബന്ധത്തിലുള്ള ഒരാളല്ലേ. പിന്നെ അതുപോലെ തന്നെ എൻ്റെ ചേച്ചിയുടെ മക്കളാണ് ഇപ്പോൾ കൂടെ ഉള്ളത്, ലെബനോനും കൂടിയാണ്. അവൻ ജീവനാണ്. അവൻ സഹോദര സ്നേഹം എന്ന് പറഞ്ഞാൽ ഇതുപോലൊരു കുട്ടിയെ ഞാൻ കണ്ടിട്ടില്ല. ഇതൊന്നും എൻ്റെ സുധിച്ചേട്ടൻ്റെ അതേ ഒരു ബ്ലഡ് ആയതുകൊണ്ടാണ് അങ്ങനെ തോന്നുന്നത്. സുധിച്ചേട്ടൻ അങ്ങനെ തന്നെ ചത്തിയുള്ള സഹോദരനാണെന്ന് വെച്ചാൽ എനിക്കറിയാതെ. അയ്യോ അയ്യോ, എടാ ഇത് നമ്മളാണോ പറഞ്ഞത് കിച്ചുവിന് ഋതുപ്പൻ്റെ അടുത്ത് സ്നേഹം ഇല്ലാന്ന്?
അന്ന് കിച്ചുവിന്റെ വീഡിയോ വന്നിട്ട് രണ്ടാമത്തെ പ്രാവശ്യം കിച്ചു പറഞ്ഞു എനിക്കിനി അങ്ങോട്ട് പോകാൻ പറ്റുമോ, ഋതപ്പനെ കാണാൻ പറ്റുമോ എന്ന് പറഞ്ഞപ്പോൾ റിയാക്ഷൻ വീഡിയോ ചെയ്യുന്ന ഞാൻ ഉൾപ്പെടെയുള്ളവരെടുത്ത് വെച്ച് പറഞ്ഞു ആ കുട്ടി അവന് ജീവനാണ്, അവൻ ആ കുട്ടിയെ ജീവനാണ്, ആകെ ആ കുട്ടി കംഫർട്ടബിൾ ആയിട്ട് ഇരിക്കുന്നത് കിച്ചുവിന്റെ കൂടെയാണെന്ന് നമ്മൾ പറഞ്ഞു. എന്നിട്ടിപ്പോ നമ്മൾ പറഞ്ഞ കാര്യത്തിനെ കോപ്പി അടിച്ച് എവള് പറയണു ജീവനാണെന്ന്. ഇതും കേട്ടാ തോന്നുന്നു നമ്മൾ പറഞ്ഞ് ഋതപ്പന് കിച്ചുവിനെ കണ്ടൂടെ, കിച്ചുവിനെ കണ്ട ഋതപ്പൻ കയറി വാതിലടച്ച് കുറ്റിയിട്ട് ഇരുന്ന് കളയുമെന്നുള്ളത് പോലെയാണ് പറയുന്നത്. ഇവൾ എന്തുവാടേ പറയണത്? എടുത്തിട്ട് ഉൾട്ടയടിക്കാൻ ഒരു നാണവും ഇല്ല. ഞാൻ വേറൊരു കാര്യം പറഞ്ഞില്ലേ, എപ്പോഴും ഋതപ്പനെ ഭയങ്കര എന്താണ് പൊലിപ്പിച്ച് പറയും. അതിൽ ഒരു പാട്ട് കിച്ചു വേടന്റെ പാട്ട് പാടിയപ്പോൾ അതിന് കിച്ചുവിന് ഒരുപാട് നല്ല കമന്റ് വന്നപ്പോൾ പിറ്റേ ദിവസം ഋതപ്പനെ വിളിച്ചിരുത്തിയിട്ട് പറഞ്ഞു മോനെ വേടന്റെ പാട്ട് പാട്, വേടന്റെ പാട്ട് പാട്, നിനക്ക് ഒരുപാട് ആരാധകരുണ്ടെന്ന്. അത് കണ്ടപ്പോൾ എനിക്ക് മനസ്സിലത് എവനും പാടും, വേടന്റെ പാട്ട് പാടും, അങ്ങനെ എൻ്റെ കൊച്ചും പാടും എന്ന് കാണിക്കാനാണ്. അതുപോലെ തന്നെ ഞാൻ വേറൊരു വീഡിയോ സേവ് ചെയ്ത് വെച്ചു, ഞാൻ അത് എങ്ങും ഇട്ടിട്ടില്ല, ഞാൻ പറഞ്ഞുതരാം. മമ്മൂക്ക സുധിച്ചേട്ടനുള്ള സമയത്ത് ഋതപ്പനെ വിളിച്ച് ബർത്ത്ഡേ വിഷ് പറഞ്ഞു എന്ന് പറഞ്ഞു. അപ്പൊ അത് ഞാൻ എടുത്ത് ചെയ്യണമെന്ന് വിചാരിച്ചതാണ്. എല്ലാ ഋതപ്പനെ ആൾക്കാരോട് സ്നേഹമുള്ളൂ, ഋതപ്പനാണ് അങ്ങനെ കാണിക്കണം, ഋതപ്പന് മാത്രമേ സ്നേഹമുള്ളൂ. അതിൽ മമ്മൂക്ക പറഞ്ഞു, ഞാൻ അന്ന് എടുത്തു വെച്ച് പറയണമെന്ന് വിചാരിച്ചു. അതെന്താ, കിച്ചുവിന്റെ ബർത്ത്ഡേക്ക് വിളിക്കില്ലേ നിങ്ങൾ? ഋതപ്പന്റെ ബർത്ത്ഡേക്ക് വിളിച്ചതുപോലെ കിച്ചുവിന്റെ ബർത്ത്ഡേക്ക് വിളിക്കാത്തത് എല്ലാം ഋതപ്പൻ അങ്ങോട്ടെന്നാ കാണിക്കുന്നത്. ഇവൻ ഇങ്ങോട്ട് കണ്ട ഋതപ്പന് ജീവനാ. അത് തന്നെ നമ്മളും പറഞ്ഞത്, നീ കേറ്റോ ഇല്ലേ എന്നുള്ള ഡൗട്ടാ നമ്മൾ പറഞ്ഞത്. നിന്റെ കൂട്ടുകാരി സജിന പറഞ്ഞല്ലോ, ഞാൻ വീണ്ടും പറയുന്നു, ഇനി ഋതപ്പനെ കാണാൻ നിനക്ക് പറ്റുമോ എന്ന് വന്നിരുന്ന് ചോദിച്ചല്ലോ. അതിൽ ആ കൊച്ചിന് അതിൽ അത്രമാത്രം വിഷമമുണ്ടെന്നും പറഞ്ഞല്ലോ. എന്നിട്ട് ഇപ്പൊ എങ്ങനെയായിരുന്നു തിരിച്ചടിക്കുന്നത്? എനിക്ക് മനസ്സിലാവല്ല ഇവരെന്താ പറയുന്നെന്ന്. ഇനി ഇതൊക്കെ തന്നെ പറഞ്ഞിട്ടും കിച്ചുവിന്റെ കൂടെ അമ്മ എന്ന് വിളിച്ചാൽ എനിക്ക് രണ്ടുപേരും ഒരുപോലെയാണ്, എൻ്റെ ജീവനാണ് എന്ന് പറയുമ്പോൾ എവള് പറഞ്ഞ വേറൊരു വീഡിയോ എവള് മറന്നുപോയി കാണും. പക്ഷെ നമ്മുടെ കയ്യിലൊക്കെ ആ വീഡിയോ ഉണ്ടേ, ഞാൻ കാണിച്ചു തരാം. രേണു ചേച്ചി, ഒരുപാട് വിവാദങ്ങൾ കൂടി ഒരു ചേച്ചി ഇവിടെ നാട്ടിൽ വന്നല്ലോ വിദേശത്ത് നിന്നാണ്. വിദേശത്ത് നിന്നപ്പോ കിച്ചുവിന്റെ കുറച്ച് പ്രശ്നങ്ങളൊക്കെ നടന്നല്ലോ. അതിനുശേഷം ആ പ്രശ്നത്തിന് ശേഷം വീട്ടിൽ നിന്നോ രേണു ചേച്ചി ആരെങ്കിലും കിച്ചുവിനെ വിളിച്ചോ? വീട്ടിൽ നിന്ന് ഒരു 50 വിളിയോളം വിളിച്ചെന്നാണ് ഞാൻ അറിഞ്ഞത്. സത്യമാണ്. പക്ഷെ അവൻ എടുത്തിട്ടില്ല. ഒരുപാട് മെസ്സേജ് വായിച്ചെന്ന് തോന്നല്ലേ, മെസ്സേജ് വായിച്ചായിരുന്നു, എടുത്തിട്ടില്ല. എന്നെ കോണ്ടാക്ട് ചെയ്തില്ല. പ്രശ്നം നടക്കുന്നതിന് 2 ദിവസം മുന്നേ വിളിച്ച് ഞാൻ അങ്ങോട്ടാണ് വിളിച്ചത്, വീഡിയോ കോൾ ചെയ്ത് സംസാരിച്ചത്. അതിനുശേഷം ഇങ്ങനെ ഒരു പ്രശ്നം വന്നത് അതെന്താണെന്ന് ഞാൻ ആകെപ്പാടെ കൺഫ്യൂസ്ഡായി, എന്താ സംഭവിച്ചത്. അതുകൊണ്ട് പിന്നെ വീട്ടുകാർ വിളിച്ചിട്ട് എടുക്കാത്ത കിച്ചു ഞാൻ വിളിച്ചിട്ട് എടുക്കുമെന്ന് എനിക്ക് തോന്നുന്നില്ല. അതുകൊണ്ട് ശല്യം ചെയ്യാൻ പോയില്ല. അയ്യോ, അപ്പൊ ഇതെവിടത്തെ അമ്മയാ സ്നേഹമുള്ളത്? എനിക്ക് അമ്മ എന്നെ ആദ്യം വിളിച്ചത് അവനാ. അപ്പൊ നീ എന്താ അങ്ങോട്ട് കയറി അങ്ങ് ചെല്ലാത്തത്? നീ ഒരു അമ്മയല്ലേ? നീ എന്തായാലും നീ പറഞ്ഞു നിന്റെ ഇത്ര രണ്ടുപേരും ഒരേ ഹൈറ്റ് ആയിരുന്നു, അപ്പൊ ഒരു ഫ്രണ്ട്ഷിപ്പിന്റെ ഒരു ഇതും കൂടി ഉണ്ട്. നീ എല്ലാം മറന്ന് പോവാത്തത് എന്താ? നീ എല്ലാം സഹിക്കുന്നവളല്ലേ, നിനക്ക് ആരോടും പണക്കവും പരിഭവവും ഇല്ലാത്തവളല്ലേ. അപ്പൊ നീ എന്താ ക്ഷമിച്ചു പോവാത്തത്? നീ ക്ഷമിച്ചു പോവാത്തത് നന്നായി. അതുകൊണ്ട് ആ കൊച്ചിന് കുറച്ചും കൂടി അക്സെപ്റ്റൻസ് കിട്ടി. ഇപ്പൊ നീ പറഞ്ഞപ്പോ മൂഞ്ചി തിരിഞ്ഞ് കമ്പിത്തിരിയായി പോയി. ഞാൻ ഇതിൽ വേറൊരു വീഡിയോയും കൂടി ഇട്ടിട്ടുണ്ട്, ഇവള് പറയുന്നത് എനിക്ക് ആരോടും പിണക്കം ഇല്ല എന്ന്. സാധാരണ എല്ലാരും ആ ഒരു ദേഷ്യമൊക്കെ മനസ്സിൽ വെച്ചിട്ട് എനിക്ക് ഞാൻ പറഞ്ഞിട്ടില്ല, എനിക്ക് അങ്ങനെ ദേഷ്യവും പകയും വെച്ചുകൊണ്ടിരിക്കുന്ന ആളല്ല ഞാൻ. പ്രത്യേകിച്ച് ഞാൻ പ്രസവിച്ചിട്ടില്ല, എൻ്റെ മകൻ തന്നെയാണ്. ഞാൻ എപ്പോഴും പറയുന്നത് പോലെ അങ്ങനെ തന്നെയാണ്. എന്നെ അമ്മ എന്ന് വിളിച്ചെങ്കിൽ ഞാൻ എന്നും അവൻ്റെ അമ്മ തന്നെയായിരുന്നു. എന്നെ അമ്മ എന്ന് വിളിക്കുന്നതാണ് പറയും, ഞാൻ എന്നും അവൻ്റെ അമ്മ തന്നെയാണ്. അപ്പൊ നീ എന്താ വിളിക്കാത്ത? കുറച്ച് മുന്നത്തെ വീഡിയോ ഞാൻ കാണിച്ചു തന്നത് നിനക്ക് ഓർമ്മയുണ്ടോ? നീ പറഞ്ഞത് ഞാൻ അങ്ങോട്ട് വിളിക്കാൻ പോയില്ലാന്ന്. നീ പക വെക്കുന്നവളാണ്, നീ ദേഷ്യം വെക്കുന്നവളാണ്. നീ അത്രയ്ക്ക് പകയും വൈരാഗ്യം ഒന്നും വെക്കാത്തവളാണെങ്കിൽ നീ ഒരു വീഡിയോയും ഷെയർ ചെയ്യില്ല. കിച്ചുവിനെ എതിർത്ത് പറഞ്ഞവരുടെ വീഡിയോ അത്രയും ആ ഗൾഫിലിരുന്ന് നീ ഷെയർ ചെയ്ത്. നീ എവിടത്തെ അമ്മയാ? ഞാൻ പറയാൻ വന്ന വാക്ക് വേറെയാണ്. നീ എവിടത്തെ അമ്മയാണ്? നിനക്ക് ഒരു ദേഷ്യവും ഇതും ഇല്ലെങ്കിൽ നീ അതൊന്നും ഷെയർ ചെയ്യില്ല. നീ ആ കുട്ടിയുടെ അഭിപ്രായമാണെന്ന് പറഞ്ഞങ്ങ് മാറ്റും. നീ എന്തെല്ലാം കിടന്ന് ആടി തിമിർത്ത്, എന്നിട്ട് ഇതാ വന്നിരുന്ന് വീണ്ടും അത് തിരിഞ്ഞു വന്നപ്പം ഉൾട്ടയടിച്ച് പറയണ ഒരു നാണവും ഇല്ല. ആ ഇത് കഴിച്ച കാര്യമില്ലേ, ശരിക്കും പറഞ്ഞാൽ എവള് ചമ്മി. അതുകൊണ്ടാണ് ഇനി വേറെ കുറേ വീഡിയോസ് ഉണ്ട്, ഞാനത് ഒരുപാട് ലെങ്തായി പോകുമെന്നും പറഞ്ഞാണ് ആകെ ഞാൻ ഇത്ര ഭാഗം മാത്രം ചെയ്യുന്നത്. ഒരു വീഡിയോയും കൂടെ ഞാൻ ഇന്നിട്, കാരണം അതും കൂടി എനിക്ക് പറഞ്ഞേ പറ്റുള്ളൂ കേട്ടോ. എനിക്ക് ശരിക്കും പറഞ്ഞാൽ ഇത് കണ്ടപ്പോൾ ചിരിയും വന്ന് ദേഷ്യവും വന്ന് എല്ലാം ഉൾട്ടയടിക്കണ്, കിടന്ന് ഉരുളണ്.
ഞാൻ പറഞ്ഞതുപോലെ നിങ്ങൾ മഞ്ജു വാര്യർ എന്താണ് ഈ സമൂഹത്തിൽ വന്ന് പൊരുതി നേടിയത്, വിളിച്ചു പറഞ്ഞത്, എവളെ പോലെ പറഞ്ഞ് എവക്ക് ഒരു ഉദാഹരണം കാണിക്കാൻ പറ്റിയെന്നുള്ള കാര്യം എൻ്റെ കമന്റ് ബോക്സിൽ വന്ന് പറയണം. രണ്ടാമത്, നിങ്ങളുടെ പരിചയത്തിൽ എവിടെയെങ്കിലും ഏത് സെലിബ്രിറ്റി ആണടേ പൈസ കൊടുത്ത് കണ്ട് ചായ കുടിച്ച് കോഫി കുടിക്കണത് എന്നും പറയണം. മൂന്നാമത്, ഈ കിച്ചുവിന്റെ കാര്യത്തിലുള്ള അഭിപ്രായവും നിങ്ങൾ എൻ്റെ കമന്റ് ബോക്സിൽ തീർച്ചയായിട്ടും വന്ന് പറയണം. എൻ്റെ കമന്റ് ബോക്സ് നിങ്ങൾക്കുള്ളതാണ്. അപ്പൊ ഇനി ഇതിന്റെ തന്നെ മറ്റൊരു വീഡിയോ ആയിട്ട് നമുക്ക് വളരെ പെട്ടെന്ന് തന്നെ കാണാം. അതുവരെ നമസ്കാരം.